ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആക്നെ ഇല്ലെങ്കിൽ പിമ്പിൾസ്, ഈ രണ്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സ്കിന്ന് നന്നായി ഗ്ലോയിങ് ആയിട്ടിരിക്കാനും സ്പോട്ട്ലെസ് ഒരു സ്കിൻ എങ്ങനെ ഞങ്ങൾ കെയർ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആക്നെ എന്ന് പറയുന്നത് എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ അടിയിൽ സെബം ജാസ്തിയായിട്ട്, അതായത് ഓയിൽ സെക്രീഷൻ്റെ സിബം ഉണ്ടാവും ഫേസിൻ്റെ അടിയിലും സ്കിൻ്റെ അടിയിലും. അപ്പോൾ അതും ഓയിൽ പ്രൊഡക്ഷൻ ഒരുപാട് കൂടിയാലും ആക്നേസൊക്കെ ഫോം ആവും. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും ആവാം, നെറ്റിയിലാവാം, ഐബ്രോയുടെ അടുത്താവാം, ചിന്നിൻ്റെ അവിടെ ആവാം, ഇവിടെ ഇങ്ങനെ ചീക്സിൻ്റെ അവിടെയൊക്കെ വരുന്ന ഒരു ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ്, അതായത് ഫൗണ്ടേഷന്, പിന്നെ കോമ്പാക്ട് പൗഡർ, പ്രൈമർ, പിന്നെ ഇങ്ങനെ ചില മേക്കപ്പ് ഐറ്റംസ് ഒരുപാട് വിതൗട്ട് വൈപ്പിംഗ് ഇറ്റ് ഓഫ്, അതായത് ക്ലീൻ ചെയ്യാണ്ട് ഉപയോഗിക്കുന്നതിലൂടെയും ഒരുപാട് ആക്നെ പിമ്പിൾസ് വരാറുണ്ട്. പിന്നെ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് വേണമെങ്കിൽ ഫൗണ്ടേഷൻ ആവാം, ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആവാം, ഇല്ലെങ്കിൽ CC ക്രീം എന്ന് പറയുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്യുന്ന ഒരു ക്രീം, അത് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, ലിപ്സ്റ്റിക്ക് ആവാം, ഇങ്ങനെ ചില ഇത് ഐലാഷസിന് ഇടുന്നത്, മസ്കാര, ഐലൈനർ ആവാം, ഇങ്ങനെ കാജൽ, എന്ത് വേണമെങ്കിലും ആവാം. ഇതിലൂടെ എക്സ്പയറി ആയിട്ടുള്ള ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിലൂടെയും ഞങ്ങൾക്ക് ആക്നെ പിമ്പിൾസ് വരുന്ന ചാൻസസ് ഉണ്ട്. പിന്നെ ഇനിയൊന്ന് സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ്, അതായത് ഡാൻഡ്രഫ് കൂടിയേക്കാം, ഇല്ലെങ്കിൽ ബോയിൽസ്, സ്കിന്നിൽ ബോയിൽസ് വരും, സ്കാൽപ്പിലത്തെ ബോയിൽസ്, ബോഡി ഹീറ്റായതോടെയും പിന്നെ ഡീഹൈഡ്രേഷനായിട്ടും ഇങ്ങനെ സ്കാൽപ്പ് ഇൻഫെക്ഷൻ കൂടാൻ മതി. അതിലൂടെയും ഞങ്ങൾക്ക് പിമ്പിൾസ് ആക്നെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. പിന്നെ ഇതിനെല്ലാത്തിനും ഒരേ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഡയറ്റ് നന്നായി നോക്കുക, അതായത് നല്ല ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കഴിക്കുക. പിന്നെ കോക്കനട്ട് വാട്ടർ, ടെൻഡർ കോക്കനട്ട് വാട്ടർ, അതായത് ഇളനീര് റെഗുലറായി കുടിക്കുക. പിന്നെ പ്ലെയിൻ വാട്ടറും അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറയുന്നത് പോലെ 8 ഗ്ലാസ്സോളം എപ്പോഴും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. രാത്രി മുതൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് 8 ഗ്ലാസ്സസ് ഓഫ് വാട്ടർ നിങ്ങൾ എടുത്തിരിക്കണം. പിന്നെ നിങ്ങളുടെ വെയ്റ്റിൻ്റെ പ്രകാരം വേണം നിങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട്. 2.5 ഇല്ലെങ്കിൽ 3 ലിറ്ററോളം വെള്ളം എപ്പോഴും ഡെയിലി കുടിക്കണം. അതായത് എപ്പോഴും ഞങ്ങളുടെ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു സൈക്ലിംഗ് ആണ് അത്. അതായത് വേസ്റ്റ് പ്രോഡക്ട്സ്, ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസൊക്കെ പുറത്തിടുന്നതാണ് നമ്മൾ കാണപ്പെടാറുണ്ട്, ഇല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ ഈ ടോക്സിക് പ്രോസസ്സ് പുറത്തിടാൻ വേണ്ടിയിട്ട് ഈ പ്രോസസ്സിനാണ് സഹായിക്കുന്നത് വെള്ളം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ എലിമെൻ്റാണ്. ഞങ്ങളുടെ ഒരു സ്കിൻ കെയർ ആവാം, ഹെയർ കെയർ ആവാം. പിന്നെ ഞങ്ങളുടെ ഹെൽത്ത് തന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങൾ ഹെൽത്തിനെ ശ്രദ്ധിക്കണമല്ലോ. ആരോഗ്യമാണ് എല്ലാം തന്നെ. ഇറ്റ് ഈസ് എവ്രിത്തിങ്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുമല്ലോ, അങ്ങനെ. അപ്പോൾ ഇതിലൂടെ ഫസ്റ്റ് വരുന്നത് ഇത് തന്നെയാണ്, ന്യൂട്രീഷ്യസ് ഫുഡ് എല്ലാം തന്നെ കഴിക്കണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നല്ലോണം വെള്ളം കുടിക്കണം എപ്പോഴും. ശരി, ഞാൻ വെള്ളം കുടിച്ചു, എല്ലാം
എൻ്റെ പിമ്പിൾസൊക്കെ ക്ലിയറായി, ഐ ഗോട്ട് എ ഗ്ലോയിങ് സ്കിൻ, ഐ വോണ്ട് ടു സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെയല്ല. ഞങ്ങളുടെ ബോഡിയിൽ എന്ത് വേണമെങ്കിലും ചേഞ്ചസ് ഉണ്ടാവാൻ ഏത് നേരത്തും എന്തും ചേഞ്ചസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതിലൂടെ നമുക്ക് ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ഒരു ഹെൽത്തൊക്കെ നോക്കുന്നത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ്. അപ്പം ഞങ്ങളെ തന്നെ കെയർ ചെയ്യണം. അപ്പം ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ നല്ലതിനും വേണ്ടിയിട്ടാണ് നന്നായി ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അതായത് ബാലൻസ്ഡ്. ഇതൊക്കെ കഴിക്കുന്നതിലൂടെ എന്ത് ലാഭമെന്ന് നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതായത് എന്ത് ആണ് നീ നേടുന്നത്? അതായത് എപ്പോഴും ഞങ്ങൾക്ക് നെഗറ്റീവ് ആസ്പെക്ട്സ് ലൈഫിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ഞങ്ങളുടെ മേലെ തന്നെ എപ്പോഴും ഫോക്കസ്ഡായിട്ട് ഉണ്ടാവാൻ ഇതൊക്കെ സഹായിക്കും. ഇതൊക്കെ ഒരു സൈക്കിൾ പോലെയാണ് എല്ലാം തന്നെ. ഞങ്ങൾ നന്നായി ഭക്ഷണം കഴിച്ചാൽ ഞങ്ങളുടെ ആരോഗ്യം ഡേ ടു ഡേ ഇമ്പ്രൂവ് ആവും, മെച്ചപ്പെടും. അപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, നാച്ചുറൽ ഫുഡ് കഴിക്കുന്നതിലൂടെ. പിന്നെ അടുത്തതായി പറയാനുള്ളത്, നിങ്ങൾക്ക് വല്ല ഒരു ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് കടക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇതൊരു കണ്ടിന്യൂ പ്രോസസ്സാണ്. എപ്പോഴും കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ കണ്ടില്ലേ, അവരെപ്പോഴും എക്സസൈസ് ചെയ്യുക, പിന്നെ എപ്പോഴും സ്കിൻ കെയർ, ഹെയർ കെയറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും സാധാരണക്കാർ അങ്ങനെ തന്നെ. അപ്പോൾ അത് ഒരു ലെസനായിട്ട് എടുത്ത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി, ഒരു ഇഷ്ടമുള്ള സെലിബ്രിറ്റി എല്ലാവർക്കും കാണുമല്ലോ. അപ്പം ആ ഒരു ഇംപ്രഷന് ഞങ്ങളുടെ ലൈഫിലും കൊണ്ടുവരിക. അപ്പം നല്ല നല്ല ഹാബിറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ബുക്ക് വായിക്കുന്നതാവാം, മൈൻഡൊക്കെ ബ്രോഡായിട്ട് വളരാനും. പിന്നെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഡേ ടു ഡേ ലൈഫാവാം, ഇല്ലെങ്കിൽ ലൈഫ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് തന്നെ മനസ്സിലാക്കാൻ ഈ റീഡിങ് ആയിട്ടുള്ള ഹാബിറ്റ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ അടുത്തതായി പറയാനുള്ളത് ആക്നെ. അത് എപ്പോഴും ഇങ്ങനെ മാന്തിക്കൊണ്ടേ ഇരിക്കാൻ പാടില്ല. അതെപ്പോഴും ഇങ്ങനെ ആക്നെ വന്നിട്ട് അത് തന്നെ വേസ്റ്റ് എല്ലാം തന്നെ പൊക്കോളും. അപ്പം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പിമ്പിൾസ്, ആക്നെ ഒക്കെ വരുമ്പോൾ അതിനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, അതായത് ഫേസ് വാഷ് ആവാം, പിന്നെ സോപ്പ് ആവാം, നല്ല ഒരു ക്ലീനിങ് സോപ്പ് ആവാം, SPF നന്നായിട്ടുള്ളത്. അതായത് ഞാൻ പറയുന്നത് മെഡിക്കൽ സോപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ കെയർ എടുക്കുക. അതായത് 2-3 പ്രാവശ്യം നന്നായി മുഖം കഴുകുക, പിന്നെ നന്നായി വെള്ളം കുടിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡ്രൈ തോന്നുമോ, ഡീഹൈഡ്രേഷൻ പോലെ തോന്നുമോ, അതായത് ഞങ്ങളുടെ ബോഡി ഞങ്ങൾക്ക് സൈൻ തരും. അതായത് ഇവിടെ ഡ്രൈനെസ് ആവാൻ തോന്നും ത്രോട്ടിൻ്റെ അവിടെ, പിന്നെ ഇവിടെ സ്കാൽപ്പിൽ ചൂട് കൂടും, പിന്നെ ഡ്രൈനെസ് ഒരുപാട് എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ളത് പോലെ തോന്നും. ഇപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ സ്വെറ്റിങ് ഒരുപാടാവുന്നതും ഇങ്ങനെയൊക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഒന്ന് കൺട്രോളിൽ വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം, നന്നായി വെള്ളം കുടിക്കണം, നന്നായി ഫ്രൂട്ട്സൊക്കെ കഴിക്കണം. അതായത് വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ്, അതായത് സിട്രിക് ഫ്രൂട്ട്സ് ആവാം, പിന്നെ വാട്ടർ മെലന്, ഇങ്ങനെയൊക്കെ. ഓക്കെ, ഇതൊക്കെ നന്നായി കഴിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് നല്ല ഒരു ഗ്ലോയിങ് സ്കിന്നായിട്ട്, സ്പോട്ട്ലെസ് സ്കിന്നും ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ,
പിന്നെ അടുത്തതായി പറയാനുള്ളത് സൺ എക്സ്പോഷർ പാടുള്ളതല്ല. നിങ്ങൾ എപ്പോഴും വെളിയിൽ പോകുമ്പോൾ ഇത് ദുപ്പട്ട ഇല്ലെങ്കിൽ സ്കാർഫ് കെട്ടിക്കൊണ്ട് പോവുക. പിന്നെ അംബ്രല്ല യൂസ് ചെയ്യുക. പിന്നെ ഹാൻഡ് ഒക്കെ കവർ ചെയ്യുന്നത് പോലെ അത് ഇങ്ങനെ കവറിങ് ആയിട്ടുള്ള ഇത് മെറ്റീരിയൽസ് കിട്ടും. അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ സൺഗ്ലാസസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഹാറ്റ് അതും ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ സ്കിന്നൊക്കെ പ്രോബ്ലംസ് ഉള്ളവർ കുറവാക്കിയിട്ട് വേണം എണ്ണ പിന്നെ ഇത് വല്ല സിറമൊക്കെ ഉപയോഗിക്കുന്നത് കുറവാക്കണം. ഓക്കെ. മെയിനായിട്ട് പറയാനുള്ളത് ഓയിൽ, അതായത് ഒരുപാടൊന്നും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്കാൽപ്പ് ഒരുപാട് ഡ്രൈ ആവുകയാണെങ്കിൽ ഒരു 4 തുള്ളി 5 തുള്ളി മാത്രം എണ്ണ എടുത്തിട്ട് നന്നായി സ്കാൽപ്പ് മസാജ് ചെയ്ത് വിടുക. പിന്നെ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയാം. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ലീവിങ് സ്പ്രേ പോലെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അതായത് ഹെയർ ജെൽ പോലെ ജസ്റ്റ് ഇങ്ങനെ ഇത് ഹെയർ ഓയിൽ ഒന്ന് തടവി കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ്. ഓക്കെ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ സ്കിൻ പ്രോബ്ലംസൊക്കെ കൺട്രോൾ ചെയ്യാനാവും. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയാം. അതായത് അടുത്തതായിട്ട് ഞാൻ DIYs എനിക്കറിയാവുന്നത്, അതായത് സ്കിൻ കെയറും ആവാം ഹെയർ കെയറും ആവാം, DIYs ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കമൻറ്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കെയർ ചെയ്യുക പറയുന്നത് പോലെ. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.